ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഡിഷാണ്. അതിൽ എന്തൊക്കെ നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ ബ്രെഡ്, അതേപോലെ വിപ്പിംഗ് ക്രീം, അതേപോലെ ഓറിയോ ബിസ്ക്കറ്റ്, പാല് വേണം, അതേപോലെ കുറച്ച് മിൽക്ക് മെയ്ഡ് വേണം കേട്ടോ. ഇത്രയും ചേരുവകളുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. വീട്ടിലൊക്കെ ഇതേപോലെ അത് കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് എല്ലാവർക്കും ഒന്ന് കൊടുത്തു നോക്കണം. ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം എടുക്കുക. നമ്മൾ ഏത് ബൗളിലാണ് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യണം അതിനനുസരിച്ചിട്ടൊക്കെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്താൽ മതി. ഓക്കെ, വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ച് എടുക്കണം. ഓറിയോ ബിസ്ക്കറ്റ് നമ്മൾ ഇതേപോലെ ക്രീം മാറ്റിക്കണം കേട്ടോ. ഇതിമന്ന് ക്രീം മാറ്റിയിട്ട് മിക്സിയിലിട്ട് വെച്ചാണ്. എന്താ ക്രീം ഇങ്ങനെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് അത് നമ്മൾ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മളൊരു ബൗളെടുത്തിട്ടേക്ക് ആവശ്യത്തിന് കുറച്ച് പാല് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് ഒരു സ്പൂണ് അല്ലെങ്കിൽ 2 സ്പൂൺ കുറച്ച് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. ഇത് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഒരു ബൗളെടുത്തിട്ട് പുഡിങ്ങിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ബ്രെഡ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് കവർ ചെയ്യണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ഈ പാലും മിൽക്ക് മെയ്ഡും മിക്സ് ചെയ്തില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറേശ്ശായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇത് ഒഴിക്കുമ്പോൾ ബ്രെഡ് ഒന്ന് പുതിർന്ന് നിൽക്കും. അപ്പോൾ ഒന്ന് അവിടെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമ്മൾ ബീറ്റ് ചെയ്ത ക്രീമില്ലേ അത് ഇതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്യുക. ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലാവണം കേട്ടോ ഫില്ല് ചെയ്യൽ. ഇതേപോലെ എല്ലാ ഭാഗത്തും കറക്റ്റാക്കിയിട്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്തതും വീണ്ടും തന്നെ ഒരു ലെയറായിട്ട് നമ്മൾ വീണ്ടും ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കുക കേട്ടോ. ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയർ ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ചതാണ്. ഇതും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും എന്താ ചെയ്യണം, ക്രീം തന്നെ ഫില്ല് ചെയ്യണേ. ഇതുപോലെ ക്രീം വീണ്ടും ഫില്ല് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലൊന്ന് പൊടിച്ചുകാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എല്ലായിടത്തേക്കും ഇത് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ നമ്മളിത് ഫ്രീസറിൽ വെക്കുക. തണുക്കാൻ വേണ്ടിയിട്ടാണ്. സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. തണുത്തിട്ട് നമുക്കിത് കഴിക്കാനൊക്കെ സമയം ഒരു 1.5 മണിക്കൂറൊക്കെ ആയി. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പുഡിങ് നമുക്കൊന്ന് എടുത്ത് നോക്കട്ടോ എങ്ങനെയുണ്ട്. അപ്പോൾ അത് സെറ്റ് ആയിട്ട് തണുപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കഴിച്ച് എങ്ങനെയാണ് ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ട് സെറ്റ് ആയിക്കണമെന്നൊക്കെ നോക്കാം. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെയായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ കേട്ടോ അങ്ങനെ ലെയറായിട്ട് ക്രീമും ഇതിങ്ങനെ ലെയറായിട്ട് കിട്ടിയേക്കണേ. ഇത് എങ്ങനെ ടേസ്റ്റ് ചെയ്തൊന്ന് നോക്കട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ബ്രെഡ് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പുഡിങ്. ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഞാൻ കഴിക്കണില്ല, കുട്ടികളെ കഴിച്ചിട്ട് ടേസ്റ്റ് രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.